അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബിൽ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമനിർമ്മാണ നീക്കം പിൻവലിക്കണമെന്ന് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം BJVS-BMS സംസ്ഥാന സമിതി എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭാരതീയ ജ്യോതിഷ വിചാര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മെയ് 30-ന് അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബിൽ വിഷയത്തിൽ ജ്യോതിഷ താന്ത്രിക സമന്വയ സംഗമം 2026 സംയുക്ത സമരസമിതി രൂപീകരണ ആലോചനാ യോഗം എറണാകുളത്ത് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ദുർമന്ത്രവാദ നിരോധന നിയമത്തിന്റെ മറവിൽ പരമ്പരാഗത മതാചാരങ്ങളെയും ജ്യോതിഷം ഉൾപ്പെടെയുള്ള വിശ്വാസപരമായ അനുഷ്ഠാനങ്ങളും അനാവശ്യമായി നിയന്ത്രിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം BJVS-BMS ആശങ്ക രേഖപ്പെടുത്തുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ ശാസ്ത്രങ്ങൾ മുഴുവനും തന്നെ ഒരു ബേല് കൊണ്ടുവരുന്ന ഒരവസ്ഥ, അതായത് ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത് നിയമമായി കഴിഞ്ഞാൽ മാറും. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് പഠനം നടത്തിയതിന് ശേഷമാണ് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം 30-ാം തീയതി ഒരു എല്ലാ ജ്യോതിഷ താന്ത്രിക അതേപോലെ തന്നെ പൂജ മേഖലയിലും അതേപോലെ തന്നെ ഹസ്തരേഖ, വാസ്തു, ഇങ്ങനെ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ശാസ്ത്രികളെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് ഈ ഒരു നിയമത്തിനെതിരായിട്ട് ശക്തമായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സർക്കാർ തലത്തിലും കോടതി തലത്തിലും ഇതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. A കാറ്റഗറിയിൽ പറയുന്ന എല്ലാ പോയിന്റുകളും ഭാരതീയ ജ്യോതിഷ വിചാര സംഘം അംഗീകരിക്കുകയാണ്. അതെന്താ ഭാരതീയ ജ്യോതിഷ വിചാര സംഘം ആ A കാറ്റഗറിയിൽ പറയുന്ന എല്ലാ പോയിന്റുകളും അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഈ നരബലി, അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ നടത്തുക, സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുക, പൂജയുടെയോ അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞുകൊണ്ട് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുക, അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കുക, അതേപോലെ തന്നെ സ്വത്തുക്കൾ, അതേപോലെ ഭൂമി മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഈ കളവൊക്കെ പറഞ്ഞിട്ടും അതേപോലെ ഡിസീറ്റിലൂടെയൊക്കെ ആയിട്ട് അത് കൈവശപ്പെടുത്തുക. ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ തന്നെ ഭാരതീയ ജ്യോതിഷ വിചാര സംഘം നിശിതമായിട്ട് വിമർശിക്കുകയും നിശിതമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഹൈന്ദവ ആചാരത്തിന് മാത്രമാണ് ഇത് ബാധിക്കപ്പെടുന്നത്, മറ്റൊരു സമുദായത്തെയോ സംസ്കാരത്തെയോ ഇത് ബാധിക്കപ്പെടുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലും ഇത് ചിന്തിക്കാനുള്ള കാരണം. ഹൈന്ദവ സംസ്കാരത്തിലുണ്ടായിരിക്കുന്ന ജ്യോതിഷ മേഖലയായാലും താന്ത്രിക മേഖലയായാലും ഒക്കെ തന്നെ നോട്ട് ചെയ്തുകൊണ്ട് അതിൽ മാത്രം സ്പർശിച്ചുള്ള ഒരു 32 പോയിൻറ്റ്സാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സംസ്കാരത്തെ നശിപ്പിക്കപ്പെടുക, ഹൈന്ദവ സംസ്കാരം ഇല്ലാതാവുക, അടുത്തൊരു തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുക, അതാണ് ഈ ഒരു യുക്തിവാദ സംഘടന ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം. അതിലുപരി ഇതൊരു അക്കാഡമിക്കൽ ലെവലിലേക്ക് ആകുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം അക്കാഡമിക് ലെവലിലേക്ക് വരിക എന്നുള്ളതാണ് ഭാരതീയ ജ്യോതിഷ വിചാര സംഘത്തിൻ്റെ ഒരു അജണ്ട തന്നെ. തീർച്ചയായിട്ടും അതിനൊരു പഠന ഗവേഷണ കേന്ദ്രം തന്നെ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്, കോഴിക്കോട് കേന്ദ്രീകരിച്ച്. അതിനോടൊപ്പം തന്നെ തെക്കൻ ജില്ലയിൽ കൊല്ലം കേന്ദ്രീകരിച്ച് അതിനുള്ള വസ്തു കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അക്കാഡമിക്കൽ ലെവലിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം പുനഃപരിശോധിക്കണമെന്നും ഈ വിഷയത്തിൽ സർക്കാർ സമഗ്രമായ ചർച്ചകൾ നടത്തി മതസംഘടനാ നേതാക്കളുമായും വേദപണ്ഡിതന്മാരെയും നിയമനിർമ്മാണ സമഗ്ര സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചു വേണം പുനഃപരിശോധന നടത്താനെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ ഭാരതീയ ജ്യോതിഷ വിചാര സംഘം സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് പണിക്കർ, സംസ്ഥാന ഡെപ്യൂട്ടി സെക്രട്ടറി രജീഷ് കൃഷ്ണ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാശിവൻ പിള്ള, സംസ്ഥാന സെക്രട്ടറി ഉഷാകുമാരി, ജില്ലാ സെക്രട്ടറി ഷിബു രാമൻ എന്നിവർ പങ്കെടുത്തു.